ഹായ് ഫ്രണ്ട്സ്, യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? നമ്മളും അങ്ങനെയാണ്. എസ്പെഷ്യലി നമ്മുടെ മോള് ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ പോകാനൊക്കെ. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങളൊരു 3 days ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യം എറണാകുളം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അത് കഴിഞ്ഞ് ആതിരപ്പള്ളി. ഇന്ന് നൈറ്റ് ചാലക്കുടിയിലുള്ള PWD ഗസ്റ്റ് ഹൗസാണ് സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ നമ്മുടെ ട്രിപ്പിൽ മെയിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം T&T റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഷവായ കഴിക്കുക. കാരണം ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ ട്രിവാൻഡ്രത്ത്. അത്ര അവൈലബിൾ അല്ല, അത്രയല്ല ട്രിവാൻഡ്രത്ത് ഔട്ട്ലെറ്റ് ഇല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് കൊച്ചിയിൽ വന്നത്. പിന്നെ തൃശ്ശൂർ ചാലക്കുടിയിൽ ഒരെണ്ണമുണ്ട്. ബാക്കി മൊത്തവും മലപ്പുറം ആ ഭാഗത്തൊക്കെയാണ് ഉള്ളത്. എറണാകുളത്തുനിന്നോ തൃശ്ശൂരിൽ നിന്നോ ട്രൈ ചെയ്യാം. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഇല്ലാത്ത ഒരു ഫുഡ് ഐറ്റം ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു ട്രിപ്പിൽ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റുമാനൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ വരുന്ന വഴിക്കാൻ ഒരു ചായ കുടിച്ചായിരുന്നു. ഇനി ഫുഡ് കഴിക്കണം. ഏതെങ്കിലും സ്ഥലത്ത് നിർത്തി ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡിന് കഴിക്കണം. അത് കഴിഞ്ഞ് ബാക്കി നമ്മുടെ പ്ലേസസ് എല്ലാം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കാറിലാണ്. നമ്മുടെ ട്രിപ്പുകളെല്ലാം കാറിലാണ്. കാരണം മോളുള്ളത് കൊണ്ട് കുറച്ചുകൂടി കാറാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. മോൾക്കുള്ള ഫുഡ് മോൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും എല്ലാം കാറാകുമ്പോൾ സൗകര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് നമ്മൾ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നതൊക്കെ. എവിടെയാണ് ഒരു സ്പോട്ട് നമ്മൾ തന്നെ തീരുമാനിക്കും. എന്നിട്ട് ആ പോകുന്ന സ്ഥലത്ത് എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി എല്ലാം ഒരു ട്രിപ്പ് പ്ലാൻ നമ്മൾ ബുക്കിലൊക്കെ എഴുതി റെഡിയാക്കും. എവിടെയൊക്കെ ഇത്ര മണിക്ക് എവിടെ എത്തും, എത്ര മണിക്ക്, അങ്ങനെ ടൈം ഷെഡ്യൂളെല്ലാം റെഡിയാക്കി വയ്ക്കും. എന്നിട്ട് നമുക്ക് ഏകദേശം ആ കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കി നമ്മുടെ വണ്ടിയുടെ മൈലേജും കൂടെ കണക്കാക്കി നമ്മൾ ഏകദേശം ഒരു പെട്രോളിൻ്റെ ഒരു ആവറേജ് ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷനൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ പിന്നെ ഫുഡ് കാര്യങ്ങൾ, സ്റ്റേ, അതൊക്കെ ഉള്ളൂ. പെട്രോളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ പോകുന്നതിനേക്കാളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആകുമ്പോൾ നമുക്ക് അല്പം കൂടെ ഈസിയാണ്. ഞാൻ കോട്ട് ഇടാൻ വേണ്ടി തുറന്നത്, നീ വ്ളോഗായിട്ട് ഞാൻ പിന്നെ കുഴിച്ചിറക്കി കോട്ട് വാങ്ങിയല്ല. ഞാൻ എന്ത് ചെയ്യും? അത്രയും നേരം ഉറങ്ങിക്കിടന്ന് നമ്മുടെ മോളതേ ഉറക്കണിച്ചിരിക്കുവാണ്. അങ്ങനെ ഞങ്ങളതേ അവസാനം ഞങ്ങൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ഞങ്ങൾ അവിടെ എത്തിയ ടൈമിൽ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ സൈഡിലൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തൊന്ന് നിർത്തിയായിരുന്നു. അവിടെ കപ്പലൊക്കെ കണ്ടു. അപ്പോൾ കപ്പൽ കണ്ടിട്ടാണ് മെയിൻലി നമ്മളവിടെ നിർത്തിയത്. ആ കപ്പൽ, ചില ബോട്ടൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ, 1-2 വീഡിയോസും കൂടെ ഇരിക്കട്ടെ എന്ന് കരുതി. അത് കഴിഞ്ഞ് അടുത്ത് ഞങ്ങൾ നിർത്തിയത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിലും കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ നിന്നതിന് ശേഷം നല്ല തണലുണ്ടായിരുന്നു. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഞങ്ങൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത് പോകുന്നത് മെട്രോയിൽ കയറാനായിട്ടാണ്. മോൾ ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല. അപ്പോൾ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് കരുതി മെട്രോയിലോട്ടാണ് അടുത്ത് പോയത്. മോളുടെ എക്സ്പ്രഷൻസ്, അതായത് ചിരിക്കുന്നതും കരയുന്നതൊക്കെ സ്വിച്ച് ഇട്ടതുപോലെയാണ് ചേഞ്ചായി വരുന്നത്. പ്രത്യേകിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാനില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ എവിടത്തേക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് മാപ്പൊക്കെ നോക്കി നമ്മൾ രണ്ടുപേരും കൂടെ ഭയങ്കര ആലോചനയിലാണ്. അങ്ങനെ ഞങ്ങളിതാ മെട്രോയിലൊക്കെ കയറി. ഞാൻ കരുതി മോൾ അല്പം സീനാവുമെന്നാണ് കരുതിയത്. പക്ഷെ ആൾ നല്ല കൂളായിട്ടിരുന്നു. അവിടെ നമ്മുടെ കൂടെ ഇരുന്ന ആൻറ്റിയൊക്കെ നോക്കി ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. അവൾക്ക് മനസ്സിലായി എന്തോ പുതിയൊരു സംഭവമാണ് എന്നൊക്കെ മനസ്സിലായി. നന്നായിട്ട് അവൾ എൻജോയ് ചെയ്തു. നമ്മൾ മാത്രമല്ല, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളതേ എറണാകുളത്ത് നിന്ന് ഇനി നേരെ ഞങ്ങൾ പോകാൻ പോകുന്നത് ആതിരപ്പള്ളിയിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ച് മോളത് സുഖമായിട്ട് ഉറങ്ങുവാണ്. ഇനി നേരെ ആതിരപ്പള്ളി. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ആതിരപ്പള്ളി എത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ അത് 2 സൈഡും കാണുന്നത് പാം ഓയിലിൻ്റെ ട്രീസാണ്, അതായത് അതിൻ്റെ പാമാണ്. ഓക്കെ, ആ പാം ഓയിലിൻ്റെ പാംസാണ് കാണുന്നത്. ആതിരപ്പള്ളിയിലേക്ക് കയറാനുള്ള ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവാം.
ആദ്യം നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കാണാൻ പോയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ പോയി കാണാം. വെള്ളച്ചാട്ടം കണ്ടിട്ട് തളർന്നു വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളല്ല തളർന്നത്, നൈഹിമോളാണ് തളർന്നത്. നേഹു എവിടെ? നേഹു ഒരു ഹായ് പറയുടെ. അവൾക്ക് സ്വന്തമായിട്ട് നടക്കാൻ പറ്റിയ ഒരു ഫ്ലോർ അല്ല, കല്ലാണ്. നമ്മൾ എടുത്തോണ്ടാണ് നടക്കുന്നത്. നമ്മൾ രണ്ടുപേരും മാറി മാറി എടുത്തോണ്ട് നടക്കുകയാണ്. നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് വാഴച്ചാൽ വാട്ടർഫാൾസ് കാണാനായിട്ടാണ്. ആതിരപ്പള്ളി ഇറങ്ങിപ്പോകാനൊക്കെ നല്ല പാടായിരുന്നു, കാരണം മോളും കൂടിയുണ്ട്. മോളെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു ഫ്ലോർ ആയിരുന്നില്ല അത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാറി മാറി എടുത്തുകൊണ്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ വാഴച്ചാൽ അധികം നടക്കാനില്ല, ഒരു 50 മീറ്റേഴ്സ് മാത്രമേ. ഞങ്ങൾ ഇത്രയും നാൾ യാത്ര ചെയ്താലും ഞങ്ങൾക്ക് ക്ഷീണിച്ച് പോയൊരു ദിവസം ഇന്നായിരുന്നു. കാരണം വേറൊന്നുമല്ല, ആ ഒരു ഇറക്കം അത്ര ഇറങ്ങിപ്പോൾ കയറ്റിൽ കയറി തിരിച്ചു വരണ്ടേ, അത് മോളെ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടാകുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ നല്ല ഹാപ്പിയാണ്, കാരണം നമ്മൾ ഈ ഓരോ കല്ലിൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ അവൾക്ക് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.